അഖണ്ഡ ദീപം ജ്വലിച്ചുകൊണ്ടേയിരുന്നു. അത് വന്ദനീയ മാതാജിയെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇതറിയണമെങ്കിൽ നമുക്ക് 1971 കാഴ്ചകളിലേക്ക് കണ്ണെറിയണം. പൂജ്യ ഗുരുദേവൻ വിടവാങ്ങൽ സന്ദേശം നൽകി ആയിരക്കണക്കിന് ആൾക്കാർ നോക്കി നിൽക്കെ വന്ദനീയ മാതാജിയുടെ പിന്നിലേക്ക് മറഞ്ഞു. ഗുരുദേവ ദർശനം തങ്ങൾക്കിനി ഉണ്ടാവില്ല എന്നോർത്ത് ഏവരും ദുഃഖിച്ചു. വന്ദനീയ മാതാജി ശാന്തികുഞ്ചിൽ തന്നെ താമസിക്കും. അവിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗുരുദേവനാൽ വ്യവസ്ഥ ചെയ്യപ്പെട്ട ഒരു ഭവനം മാത്രമുള്ള ഭൂമിയുണ്ട്. വന്ദനീയ മാതാജി അവിടെ വന്ന് സ്ഥിരമായി താമസിക്കും. എന്നിട്ട് അഖണ്ഡ ദീപം ഏതു തരത്തിലാണോ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ജ്വലിക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ ചെയ്യും. സമീപത്തായി നടന്നുകൊണ്ടിരുന്ന അനുഷ്ഠാനങ്ങളും അതേപടി തുടരും. അഖണ്ഡ ജ്യോതിയുടെ ലൗകികവും ഭൗതികവും ജനകീയവുമായ ഒരു വശമുണ്ട്. അന്നുവരെ രാപ്പകൽ ഭേദമില്ലാതെ ജ്വലിച്ചുകൊണ്ടിരുന്ന അഖണ്ഡ ജ്യോതിയുടെ ദിനരാത്ര ഭേദമില്ലാത്ത ജ്വലനത്തിനോ അഖണ്ഡതയ്ക്കോ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. എങ്ങനെ ജ്വലിച്ചിരുന്നോ അങ്ങനെ തന്നെ തുടരും.